അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരായിരുന്ന രണ്ട് മധ്യവയസ്കർ അവർ ഒരിക്കൽ കണ്ടുമുട്ടി. പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ഒരാൾ മറ്റൊരാളോട് ഗൾഫിലുള്ള മകന്റെ വിശേഷങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. അവന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്, വല്ലതും നമുക്ക് അയച്ചു തരാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എല്ലാ മാസവും എന്റെ മകൻ എനിക്ക് 5000 രൂപ അയച്ചു തരും. അതുകൊണ്ട് എന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കാറുമുണ്ട്. സന്തോഷത്തോടുകൂടി അയാൾ പറഞ്ഞു. രണ്ടാമത്തെ ആൾ ചോദിച്ചു, 5000 രൂപയോ? 5000 രൂപ കൊണ്ട് എന്ത് നടക്കാനാണ്? ഒന്നുമല്ലെങ്കിലും വളർത്തി വലുതാക്കി പഠിപ്പിച്ചു വിട്ടതല്ലേ. 5000 രൂപ അയക്കാറുള്ളോ? അത് വളരെ കുറവായിപ്പോയി. ഇത് പറഞ്ഞുകൊണ്ട് സുഹൃത്ത് നടന്നകന്നു. ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവുമെല്ലാം ആ ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെട്ടു. മകൻ അയച്ചുകൊണ്ടിരുന്ന 5000 രൂപ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ അദ്ദേഹത്തിന് നടക്കുകയും മകന്റെ അധ്വാനത്തിലും ജോലിയിലും അനുഗ്രഹമുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത രൂപപ്പെട്ടു തുടങ്ങി. 5000 കുറവാണല്ലോ, അല്പം കൂടി അവൻ അയക്കാമായിരുന്നില്ലേ തുടങ്ങിയ ചിന്തകളിൽ ആ മനസ്സ് കലുഷിതമായി. ഉള്ള സമാധാനവും സന്തോഷവും കൂടി ആ മനുഷ്യന് നഷ്ടപ്പെടുകയും മകന്റെ നന്ദികേടിനെ ഓർത്ത് അയാൾ ആകുലപ്പെടുകയും ചെയ്തു. പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കുന്ന ചില വർത്തമാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ ഒന്നാണ് ഞാനീ പറഞ്ഞത്. വേഡ് എന്ന വാക്കുണ്ട് ഇംഗ്ലീഷിൽ. വേഡ് എന്നാൽ വാക്ക് എന്നാണ് അർത്ഥം. ആ വേഡിനോടൊപ്പം ഒരു എസ് കൂടി ചേർത്താൽ സ്വേഡ് എന്നായി. സ്വേഡ് എന്നാൽ വാള് എന്നാണ് അർത്ഥം. ഒരു വാക്ക് വാളാവാൻ വലിയ താമസമൊന്നും വേണ്ട. ഒരാളുടെ ന്യായമല്ലാത്ത വർത്തമാനം, ഒരു കമന്റ് മതി ആ ഒരു വാക്ക് വാളായി മാറുകയും പലർക്കും സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ, കമന്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അത് പലരെയും അസ്വസ്ഥതപ്പെടുത്തുകയും ജീവിതം പ്രയാസത്തിലാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വേണം നാം സംസാരിക്കാൻ.